നിങ്ങൾ ഉടമ്പടി വെച്ച വിഷയത്തിൻ്റെ മേലെല്ലാം പരിശുദ്ധ അമ്മ അത് ഏറ്റെടുക്കേണ്ട സമയമാണ്. ഈശോ അത് നിങ്ങളെ സാക്ഷികളാക്കി മാറ്റുന്ന സമയമാണ്. ഏറ്റവും വലിയൊരു സമയമാണ്. 10,000 പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആദ്യമായി ദൈവം തന്ന എല്ലാ ദാനങ്ങൾക്കും സർവോപരി ഈ കണ്ണീരിൻ്റെ കാലത്ത് കർത്താവിൻ്റെ കൈ പിടിക്കാൻ നിന്നെ വിളിച്ചതിന് കൈ അടിച്ച് കർത്താൻ ചൊല്ലി. പ്രിയമുള്ളവരെ, രോഗമുള്ളവരെ, കന്നുകാലികളുടെ രോഗം വരെ ഇപ്പോഴും പ്രാർത്ഥനയുടെ വിഷയമാണ്. കർത്താവ് അതിൻ്റെ സൂചന നൽകുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും പ്രാർത്ഥിക്കാണ്ടിരിക്കരുത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നീ ജീവിക്കണത്. ഹൃദയരോഗികൾ നെഞ്ചത്ത് ഇടതുവശത്ത് കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കൈവെക്കേണ്ട സമയം മുതൽ വിശ്വാസപ്രമാണം ചൊല്ലാൻ തുടങ്ങേണ്ടതാണ്. കരൾ രോഗികളും നെഞ്ചും കൂടിൻ്റെ താഴെ സമാന്തരമായിട്ട് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട വെളിപാടുകളിലൊന്നാണ് കൈവെപ്പ് പ്രാർത്ഥന. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൈവെക്കണത്. ഉടമ്പടിയുടെ ഒരു ആചാരവട്ടമാണ് കൈവെപ്പ്. എബ്രഹാം പോലും ഇസഹാക്കിന് ജീവിത പങ്കാളിയെ തിരക്കി പോകുമ്പോഴും തുടയിൽ കൈവെപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വിടുന്നത്. കൈവെപ്പ് ദൈവത്തിൻ്റെ പരമാധികാരം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ വിശ്വസ്തത ഏറ്റുപറയുന്ന, വിശ്വാസത്തെക്കാൾ ഉപരി കൈവെപ്പ് ഉദ്ദേശിക്കുന്ന വിശ്വസ്തതയാണ്. ആ ദാസനോട് വിശ്വസ്തത വാഗ്ദാനം ചെയ്യാനാണ് പറയണത്. അബ്രഹാം പറഞ്ഞു കൊടുക്കണത്, പെണ്ണ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ ചാർച്ചക്കാരിൽ നിന്ന് മാത്രമേ, അതേ വിശ്വാസത്തിൽ മാത്രമേ എടുക്കാവൂ എന്ന് പറഞ്ഞാണ് വിടുന്നത്. അത് അങ്ങനെ ചെയ്യത്തുള്ളെന്ന് പറഞ്ഞ് വിശ്വസ്തതയുടെ ഭാഗമായിട്ടാണ് കൈവച്ച് പ്രാർത്ഥിക്കണത്. തുടയിൽ അതൊരു വിശ്വാസിയുടെ നിലപാടിൻ്റെ വിഷയമാണ്. ഉദരരോഗികൾ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഉദരരോഗികളെന്ന് പറയുമ്പോൾ ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, ഗർഭാശയം ചുരുങ്ങിപ്പോണവർ, ഗർഭാശയത്തിന് നീട് കൂടിയിട്ട് താഴേക്ക് വരുന്നവരുണ്ട്, എൻ്റെ പേരിൽ ബ്ലീഡിങ് ഉണ്ടാകുന്നവരുണ്ട്, ഗർഭാശയത്തിൻ്റെ കട്ടി കൂടുന്നവരുണ്ട്, കട്ടി കുറയുന്നവരുണ്ട്, അതിന് പിന്നെ കുട്ടികളില്ലാത്തവരുണ്ട്. ഇങ്ങനെ എല്ലാ ന്യൂനത ഉള്ളവരും കൈവച്ച് പ്രാർത്ഥിക്കണം. കിഡ്നി രോഗികൾ, നടുവേദനയുടെ കശേരികൾ ഇളകിയിരിക്കുന്നവർ, മാറാത്ത നടുവേദനയുള്ളവർ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കണ്ണ് സംബന്ധം, ചെവി സംബന്ധം, ശിരസ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്ക് വേണ്ടി നെറ്റിയിൽ മാത്രം കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി. ചെവി കേൾക്കാത്തവർ, കണ്ണ് കാണാത്തവർ, മൂക്കിൽ സിസ്റ്റ്, അഡിനോയിഡിൻ്റെ അസുഖമുള്ളവർ, തൈറോയിഡുകാർ, ടോൺസിറ്റുകാർ, സ്പൊണ്ടലോസിസിൻ്റെ അസുഖമുള്ളവരൊക്കെ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇത്ര അനേകം പ്രാർത്ഥനകളും അനേകം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ സാക്ഷ്യങ്ങളും എല്ലാം യൂട്യൂബിലുണ്ട്. നീ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസപ്രമാണം ചെയ്ത് പ്രാർത്ഥിക്കണം. അച്ഛൻ നിൻ്റെ രോഗങ്ങൾ ഈശോ കേൾപ്പിക്കുകയാണ്. അറിയാതെ മൂത്രം പോകുന്നവരുണ്ട്, മലം പോകുന്നവരുണ്ട്, രക്തം പോകുന്നവരുണ്ട്. അവരെല്ലാം അടിവേറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. വാതരോഗികൾ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതിയാവും. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കണം. സ്തുതിപ്പറിയാത്തവർ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. വിശ്വാസപ്രമാണം അറിയാൻ പാടാത്തവരാണ് സ്തുതിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതിശക്തമായി സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വിശുദ്ധമായ വലത്ത് കരത്താൽ കർത്താവേ അങ്ങയുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പം നീ കടയിൽ, നിന്റെ കട, എന്നിട്ട് നിനക്ക് പൈസ ഇല്ല വന്നപ്പോൾ നിൻ്റെ വീട് നീ ജാമ്യം മേടിച്ച്, അല്ല നിങ്ങൾ ഒരു ലോൺ എടുത്തപ്പോൾ അയാൾ പറഞ്ഞ് ഞങ്ങൾക്കങ്ങനെ, ഞങ്ങളുടെ കമ്പനിക്ക് അങ്ങനെ ലോൺ കൊടുത്ത് പരിചയമില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻ്റ് തീരെഴുതി തരണം. എന്നിട്ട് നിങ്ങളുടെ കടം തീരുമ്പോൾ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. കടം തീർത്തില്ലെങ്കിൽ ഇത് ഞങ്ങൾ ഉപയോഗിക്കും,
അങ്ങനെ നിവൃത്തിയില്ലാതെ എത്രയോ പേരാണ് വീട് തീറ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീട് തീറ് കൊടുത്ത ആൾക്കാർ, കടക്കാർക്ക്, മണി ലെൻഡേഴ്സിന് വീട് തീറ് കൊടുത്ത ആൾക്കാർ, അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിന് മറുപടിയൊന്നുമില്ലെന്ന്? ഇതിന് മറുപടിയുണ്ട്. കാര്യം എന്താണ്? നീ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണ്. ലോകത്തിലുള്ള മറുപടി ചിലപ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എങ്കിലും അമ്മ മാതാവ് ശാശ്വതമായ ഒരു സെക്യൂറായിട്ടുള്ള ഒരു മറുപടിയാണ് നിനക്ക് തരാൻ പോണത്. അത് അമ്മയുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണമെങ്കിൽ മാനുഷികമായ ഒരു മാർഗ്ഗം ഈ കാനായിലെ കല്യാണത്തിൽ ഉപയോഗിക്കാമായിരുന്നു. അവർക്ക് വീഞ്ഞ് തീർന്നു പോയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അമ്മ പറയും അപ്പുറത്തെ വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാൻ പറയും. ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യും. അവിടെ ആ വീടിനവിടെ വായ്പ അവിടെ ആ വീട്ടിൽ വീഞ്ഞില്ലെന്ന് പറഞ്ഞ് അവിടെ തിരിച്ചു വരുമ്പോൾ പറയും കടയിൽ പോയി കാശ് കൊടുത്തിട്ട് കടയിൽ പോയി വാങ്ങിക്കാൻ പറയും. ആ വിഷയം അങ്ങനെ ക്ലോസ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അമ്മ അങ്ങനെ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മ ഇതെല്ലാം യേശുക്രിസ്തുവിനെ കക്ഷിയാക്കിക്കൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് നിന്നെ ഉടമ്പടിക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. കൈയടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സങ്കീർത്തനം 119:2 വായിച്ചുള്ളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഞാനിരിക്കുന്നത് ഏറ്റു പറയുക. ഞാനിരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അതായത് എത്ര കാലങ്ങൾ ഇങ്ങനെ മാറിയാലും ഇതിനൊന്നും മാറ്റമില്ല. നിന്റെ വിചാരങ്ങൾ അകലെ നിന്ന് അവിടുന്ന് അതായത് റിബി ജോസഫ് ടീച്ചർ അവർ ആലപ്പുഴയ്ക്ക് മൂവ് ചെയ്യുമ്പോൾ തന്നെ നിന്റെ വിചാരങ്ങൾ അകലെ നിന്ന് അവൻ മനസ്സിലാക്കി. ഇവർക്ക് ഉടനെ ഒരു ഫോൺ വരും. ഞാനിത് ഈ സാക്ഷ്യത്തെ ധ്യാനിക്കുകയാണ്. 119:27 അനുസരിച്ചുകൊണ്ട് ധ്യാനിക്കുകയാണ്. സാക്ഷ്യത്തെ അവിടുത്തെ അത്ഭുതങ്ങളെ നീ ധ്യാനിക്കണം. ഒരു ഫോൺ വരുമ്പോൾ എന്താ ഒരു കൂട്ടുകാരത്തെ വിളിക്കുകയാണ്. എടി ഇന്ന സ്കൂളിൽ ടീച്ചർ പോസ്റ്റിന് കോൾ ഫോർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അതാണ് ഒരു അറിവ്. ഇന്ന സ്കൂളിൽ ടീച്ചർ പോസ്റ്റിന് അവർ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇവർക്കറിയത്തില്ല, ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ എവിടെയെല്ലാം എന്തെല്ലാം തരത്തിൽ ആൾക്കാർ ജോലിക്ക് വേണ്ടി കോൾ ഫോർ ചെയ്യുന്നു. നിങ്ങളുടെ ജോലി എത്രയോ സ്ഥലങ്ങളിൽ ഉദിച്ചസ്തമിച്ച് പോകുന്നു. യു ആർ നോട്ട് നോയിങ് ഇറ്റ്. നിങ്ങൾ അറിയുന്നില്ല. ഇപ്പം നേഴ്സുമാർ ജോലി തന്നെ ചിലപ്പോൾ ഗവൺമെൻറ് വിളിക്കും. ചില നേഴ്സുമാർ വന്നിട്ട് പറയും കഴിഞ്ഞ ആഴ്ച ഗവൺമെൻറ് PSC നേഴ്സിങ്ങിന് വിളിച്ചായിരുന്നു, ഞാൻ കണ്ടില്ലെന്ന് പറയും. ഇതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഉടമ്പടി ചെയ്യണത്. ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ സാധ്യതകളെ ദൈവം സംരക്ഷണത്തിൻ്റെ വലയിൽ കൊണ്ടുവരും. അത് മനസ്സിലായില്ലേ? ഉടമ്പടി ചെയ്യുമ്പോൾ ഞാനിരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അതായത് ഉടമ്പടി ചെയ്യുമ്പോൾ ഇപ്പോൾ ടീച്ചറിന് സംഭവിച്ചത് എന്താണ്? ടീച്ചറിന് ഒരു ഇൻറ്റിമേഷൻ കൊടുത്തു, ഇന്ന സ്കൂളിൽ കോൾ ഫോർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ടീച്ചറിൻ്റെ മനസ്സുറിനെ വാടും. എന്താ കാര്യം? അതൊന്നും എനിക്ക് കിട്ടാൻ പോണില്ല എന്ന് അവർ പറയും. എന്താ കിട്ടാത്തതിൻ്റെ കാരണം എന്താ? ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര സ്മാർട്ടാണ്,
ഇവർ 17 കൊല്ലമായില്ലേ പഠിച്ചിറങ്ങിയിട്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് പോയി ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവരുടെ കിട്ടത്തില്ല. ഇവിടെ എല്ലാം ഒരു മെറിറ്റിൻ്റെ പ്രശ്നമുണ്ട്. അവർക്ക് അതിനുള്ള മെറിറ്റില്ലെന്നാണ് പറയണത്. കാരണം ഞാൻ പണ്ട് പഠിച്ചതല്ലേ, എൻ്റെ പഴയ സിലബസാണ്. ഇപ്പോഴത്തെ പിള്ളേരുമായിട്ട് പഠിച്ചാൽ നമുക്ക് അവരെ അടിച്ചു മാറ്റും ജോലി. അവർക്ക് കലിബറുണ്ട്, അത് മെറിറ്റ് എന്നാണ്. പക്ഷേ ഉടമ്പടിയുടെ ഒരു പ്രോബ്ലം, ദൈവത്തിന് ഈ വിഷയം പണ്ടേ അറിയാം. മെറിറ്റിൻ്റെ പ്രോബ്ലം നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വത്വപ്രതിസന്ധിയാണെന്നറിയാം. ഈ പ്രായം ആൾക്കാരുടെ സ്വത്വപ്രതിസന്ധിയാണ് മെറിറ്റ് പ്രോബ്ലം. എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നം. കല്യാണം താമസിക്കണത് എന്തുകൊണ്ടാണ്? കല്യാണം താമസിക്കണത് ചിലപ്പോൾ കെട്ടിച്ചു വിടാൻ പണമില്ലാത്തത് കൊണ്ടാണ്, മെറിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും മെറിറ്റിലാണിത് വർക്ക് ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ മെറിറ്റുള്ളവരും മെറിറ്റ് ഇല്ലാത്തവരൊക്കെ ഉണ്ടാകാം, യോഗ്യത ഉള്ളവരും യോഗ്യത ഇല്ലാത്തവരും ഉണ്ടാകാം. ചിലപ്പോൾ മനുഷ്യന്മാർ യോഗ്യത കളഞ്ഞവരുണ്ടാകാം, ചിലപ്പോൾ സ്വാഭാവികമായ യോഗ്യത പോയവരുണ്ടാകാം. ഇവർക്ക് ജീവിക്കണ്ടേ ഇവിടെ? അതിന് ദൈവത്തിൻ്റെ പദ്ധതി എന്താ? ഒരു ഉദാഹരണം, ചേട്ടനും അനുജനും അവർ കുഴപ്പമൊന്നുമില്ല. അവർ തറവാട്ടിൽ നിന്ന് മാറിയപ്പോൾ 50-50 കിട്ടിയ ആൾക്കാരാണ്. ചേട്ടനും അനുജനും തറവാട്ടിൽ നിന്ന് ഭാഗവുടമ്പടി ചെയ്ത് മാറിയപ്പോൾ അപ്പൻ അവർക്ക് പകുതി കൊടുത്തതാണ്. പക്ഷേ 10-15 കൊല്ലം കഴിയുമ്പോൾ ചേട്ടൻ പാപ്പരുമായി അനിയൻ ഉയർന്നു വന്നത് എന്തുകൊണ്ടാണ്? ചേട്ടൻ്റെ 3 പെൺമക്കളാണ്. അതിൻ്റെ അകത്ത് 2 പേര് അത്രയും പഠിക്കുന്ന ആൾക്കാരല്ല. അതാണ് വിഷയം. മറ്റു അനിയന് ആൺമക്കളാണ്. അവൻ പഠിച്ചില്ലെങ്കിലും കുറച്ച് പഠിച്ചിട്ട് കല്യാണം കഴിച്ച് പോകും. അനിയന് വലിയ നഷ്ടമൊന്നുമില്ല. ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ ഈ പെൺമക്കളുള്ള കുടുംബത്തിൽ അവർ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തറവാട് ക്ഷയിക്കാൻ സാധ്യതയുണ്ട്. ആരുണ്ടാക്കിയതാണിത്? ആരും ഉണ്ടാക്കിയതല്ല, ആ കുഞ്ഞുങ്ങൾ പഠിക്കാതെ നിന്ന് വന്നതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇപ്പോൾ നോക്കിയേ, ഈക്വലായിട്ട് കൊടുത്തതാണ്. ഈക്വലായിട്ട് കൊടുത്തെങ്കിലും ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യം കൊണ്ട് ചില ആൾക്കാർ പുറകിലായി പോകും. ഈ പുറകിലായപ്പോയ ആൾക്കാർക്ക് എന്നും പുറകിൽ കിടന്നാൽ മതിയോ? ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ പുറകിലായി പോയത്. ചിലപ്പോൾ അപ്പന് അസുഖം വന്നപ്പോൾ മൂത്തവൾ പഠിക്കാതെ വീട്ടിൽ നിന്ന് അപ്പനെ നോക്കിക്കാണും. അതായിരിക്കും സംഭവം. അപ്പന് അസുഖമായി പോയില്ലേ? അവന് 45 വയസ്സായപ്പോൾ അപ്പന് അസുഖമായി. അപ്പം മൂത്തവൾ അപ്പനെ നോക്കാൻ വീട്ടിൽ നിന്ന്, അവൾക്ക് പഠിക്കാൻ ഒത്തില്ല. അപ്പം അങ്ങനെ മാനുഷികമായ കാരണങ്ങളാൽ ചില ആൾക്കാർ പുറകിലായി പോകും. അപ്പോൾ പുറകിലായിപ്പോയ ആൾക്കാർ ഇതാണ് വിധിയെന്നും പറഞ്ഞ് ഇവിടെ തന്നെ കിടന്നാൽ ദൈവം അത് ഉദ്ദേശിക്കണില്ല. ദൈവം എന്താണ്? ഈ മെറിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യണത് എന്താ? ഗ്രേസാണ് വർക്ക് ചെയ്യണത്. പറഞ്ഞ മനസ്സിലായില്ലേ? മെറിറ്റ് വെച്ചാൽ യോഗ്യത. എൻ്റെ മക്കൾ യോഗ്യത പോയെന്ന് വിചാരിച്ചുകൊണ്ട് പുറകിൽ കിടക്കരുത്. ഇപ്പം നമ്മൾ ജ്ഞാനത്തിന് അതായത് നമ്മുടെ ഇടയ്ക്ക് പറയുന്നൊരു വചനമുണ്ടല്ലോ, കാലാപിറക്കുന്നവരെ പോലെ. പ്രഭാഷകൻ 33:16-17. ഒന്ന് വായിച്ചോളൂ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. നിങ്ങളൊന്ന് ഏറ്റു പ്രാർത്ഥിച്ച്, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. ആ കേട്ടോ. കാലാപിറക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. ഇതാണ് സംഭവം. അപ്പൊ ഒടുവിലാണ് ഉണർന്നത്, പുറകിലായി പോയെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ വിധിയാണെന്ന് പറയരുത്. കാരണം കർത്താവിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഇതിനാണ് നിനക്ക് അനുഗ്രഹം വരേണ്ടത്. കർത്താവ് നിന്നെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരും. നീ കർത്താവിൽ ആശ്രയിക്കും. ഇതിനാണ് കവനൻ്റ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. എഫേസ്യസ് 2:8 നിന്റെ യോഗ്യതയാലല്ല, പറഞ്ഞേ, കർത്താവിൻ്റെ കൃപ കൊണ്ട്. ഈ ഒരു വിഷയത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് നിൻ്റെ സാഹചര്യം
നിൻ്റെ ശേഷി, നിൻ്റെ ശേമുഷിക്ക്, നിൻ്റെ മണി പവർ, നിൻ്റെ മസിൽ പവർ കൊണ്ടൊന്നും നേടാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ വയറ്റിൽ കിഡ്നിയോട് ചേർന്ന് 15 സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു മുഴ, അത് ട്യൂമറാണ് എന്ന് പറഞ്ഞു. എന്നാൽ അത് ഓപ്പറേഷൻ ചെയ്ത് കളയണം, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കിഡ്നി അടക്കം ഓപ്പറേഷൻ ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു കിഡ്നി ഒരെണ്ണം പോകും, ഓപ്പറേഷൻ ചെയ്യണം, എത്രയും പെട്ടെന്ന് ചെയ്യണം. ഇത്രയും വലിപ്പമുണ്ടായിട്ടും ഇതുവരെ നിങ്ങൾ അറിഞ്ഞില്ലേ ഈ രോഗം വന്നത്? ഒരു ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ മുടി കൊഴിച്ചലോ വേറെ ഭക്ഷണം കഴിക്കാതെ വരികയോ അങ്ങനെ ഒരു അസ്വസ്ഥതയും നിങ്ങൾക്ക് ഉണ്ടായില്ലേ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. എന്നാൽ 2021 ഡോക്ടറെ കണ്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. ഓപ്പറേഷൻ നടന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലം, ഉടമ്പടി തൈലം പുരട്ടി മകന് വേണ്ടി പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയപ്പോൾ ജപമാല ചൊല്ലി, എൻ്റെ മാതാവേ, എൻ്റെ മകൻ്റെ രോഗം, ക്യാൻസർ എന്ന രോഗം മുഴുവനായിട്ട് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടർ 5 ദിവസം അവിടെ കിടക്കേണ്ടി വന്നു. ഡോക്ടർ വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. മരുന്നൊന്നും തന്നില്ല, യാതൊരുവിധ മരുന്നുകളും തന്നില്ല. ബ്ലഡിൻ വയ്ക്കാൻ മാത്രമുള്ള മരുന്ന് മാത്രം തന്നു. അതും കൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നു ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മകൻ്റെ സൗണ്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഓപ്പറേഷൻ ചെയ്താലും വല്ല സൈഡ് എഫക്റ്റാണോ എന്ന് അറിയില്ല. ഞങ്ങൾ വേഗം മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കണ്ടു, ENT ഡോക്ടറെ കണ്ട് കഴിഞ്ഞപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പി ചെയ്തു. അതിൽ യാതൊരു കംപ്ലൈൻറ്റുമില്ല എന്ന് പറഞ്ഞു. തിരിച്ച് വീട്ടിൽ വന്നു. ഞങ്ങൾ ദിവസവും ഉടമ്പടി തൈലം പുരട്ടി മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ വീണ്ടും ഒരു മാസത്തോളം ശബ്ദം നഷ്ടപ്പെട്ടു പോയിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടിയതിന് ശേഷം വീണ്ടും സൗണ്ട് തിരിച്ചു കിട്ടി. മാതാവിന്, ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നീട് 6 മാസം കഴിഞ്ഞു. വീണ്ടും സ്കാനിങ് നടത്തി. അതിൽ ക്യാൻസർ എന്ന രോഗം മകന് ഇല്ല എന്ന് ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ട് തന്നു. അതിനും ഞങ്ങൾ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ മകൻ്റെ രോഗം പൂർണ്ണമായി എടുത്തു മാറ്റണമേ എന്നായിരുന്നു. എന്നാൽ മാതാവ് പൂർണ്ണമായും മകൻ്റെ രോഗം എടുത്തു മാറ്റി. ഇന്ന് ഒരു മരുന്നുമില്ല, ബ്ലഡ് വയ്ക്കാനോ ഒന്നിനും ഒരു മരുന്നുമില്ല. പ്രഷറിൻ്റെ ഗുളിക, യൂറിക് ആസിഡ് ഉണ്ട്, അതിൻ്റെ മാത്രം ഗുളിക മാത്രം കഴിക്കുന്നു. യാതൊരു കുഴപ്പവുമില്ലാതെ മകൻ ഇന്ന് ജോലിക്ക് പോകുന്നു. പിന്നെ എനിക്ക് തലവേദനയുണ്ടായിരുന്നു. 6 വർഷത്തോളമായി തലവേദന. ഡോക്ടർമാരെ കാണും, തലയുടെ ഡോക്ടറെ കാണും, കണ്ണിൻ്റെ ഡോക്ടറെ കാണും, എന്ന് മരുന്ന് കഴിക്കും, അപ്പോഴത്തെ കുറയും. പിന്നെയും വരും. എനിക്ക് ശബ്ദം കേൾക്കാൻ പറ്റില്ല. തലയിൽ ബാക്ക് സൈഡ് എല്ലാം തല മൊത്തം വേദനയാണ്. സൗണ്ട് കുറഞ്ഞു പോവും, സൗണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ, ശബ്ദം കേൾക്കാൻ പറ്റാത്ത അവസ്ഥ. ഭയങ്കര അസ്വസ്ഥതയായിരുന്നു, ഭയങ്കര വേദനയുമായിരുന്നു. എന്നാൽ മാതാവിൻ്റെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ നെറ്റിയിലും നാവിലും പുരട്ടി തലയിലിങ്ങനെ മസാജ് ചെയ്തു മാതാവിൻ്റെ തൈലം കൊണ്ട്. അതിനുശേഷം ഇപ്പോൾ 5 മാസത്തോളമായി എനിക്ക് തലവേദന എന്നൊരു സംഭവം എൻ്റെ ശരീരത്തിലില്ല, തലയിലില്ല. അതിനും മാതാവിനോട് 1000 നന്ദി. ഈശോയോടും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആവേ മരിയ അമ്മയ്ക്ക് സ്തുതി. എൻ്റെ പേര് ബീന തോമസ്. ഞാൻ തൃശ്ശൂർ സേക്രഡ് ഹാർട്ട് ലാറ്റിൻ ചർച്ച് ഇടവക അംഗമാണ്. ഞാൻ ഇവിടെ സെപ്റ്റംബർ 11 2022 സെപ്റ്റംബർ 11 ഉടമ്പടി എടുക്കാനായി വന്നത്. ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ ആദ്യം നിയോഗമായി വെച്ചത് പരിശുദ്ധാത്മാവ് അഭിഷേകം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, കുടുംബത്തിലെല്ലാവർക്കും. എൻ്റെ മകന് BTech പഠിച്ചിരിക്കുന്ന കാലത്ത്
പുകവലിയുടെ നല്ല ശീലമുണ്ടായിരുന്നു. അത് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടും വർഷങ്ങളായിട്ടും അവനത് നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ 4-ാം നാൾ മുതൽ അവൻ പുകവലി എന്നുള്ള ദുശീലത്തിൽ നിന്നും വിടുതൽ കിട്ടി. മാതാവ് അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതിന് ഞാൻ ആദ്യമായി അമ്മയ്ക്ക് നന്ദി പറയുന്നു. മകൻ 6 തുടങ്ങി 8 വർഷത്തിനുള്ളിൽ ഈ പുകവലി നിർത്താൻ പറ്റാതിരുന്ന അവസ്ഥയാണ്. അതിൽ നിന്നാണ് 4 ദിവസം കൊണ്ട് വിടുതൽ കിട്ടിയത്. അത് അമ്മയുടെ പൂർണ്ണമായ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. രണ്ടാമതായി, എൻ്റെ മകൾക്ക് 25 വയസ്സ് മുതൽ ഞാൻ വിവാഹം ആലോചിച്ച് തുടങ്ങിയതാണ്. പക്ഷേ എന്ത് വന്നു കഴിഞ്ഞാലും 29 വയസ്സായിട്ടും വിവാഹം നടക്കുന്നുണ്ടായിരുന്നില്ല. പല മാട്രിമോണി സൈറ്റിലും ഞാൻ ഇട്ടു. കേരള മാട്രിമോണി, അതുപോലെ ചാവറ, ഇൻറ്റിമേറ്റ്, നെസ്റ്റ്, ഇഷ്ടംമാരെ ചാനലിലിട്ടു. അതുപോലെ തന്നെ 40-40 ബ്രോക്കർമാരുടെ ലിസ്റ്റിലും ഈ കേരളം മുഴുവനും തന്നെ അവളുടെ പ്രൊഫൈൽ പോയിട്ടുണ്ട്. എന്നിട്ട് നടക്കാതിരുന്ന കാര്യം പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്ത് 3 മാസം ആയപ്പോഴത്തേക്കും എനിക്കത് നടത്തി തന്നു. ഞാൻ ചോദിച്ചത്, വിശുദ്ധിയുള്ള ദൈവവിശ്വാസമുള്ളൊരു മകനെ എൻ്റെ മകൾക്ക് ജീവിത പങ്കാളിയായി കിട്ടണം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ എനിക്കറിയാം, ആ മകൻ ഏറ്റവും അധികം യേശുവിനെ സ്നേഹിക്കുകയും യേശുവിനെ നല്ലൊരു വിശ്വാസിയാണ്, നല്ല പ്രാർത്ഥനയുള്ള മകനാണ്. എൻ്റെ മകൾ ഈശോ പരിശുദ്ധ അമ്മ വഴിയായി എൻ്റെ മകൾക്ക് നല്ല സമ്മാനമാണ് നൽകിയിരിക്കണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു, ഈശോന് ഞാൻ നന്ദി പറയുന്നു. മൂന്നാമത്തെ ഇത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിത പങ്കാളിക്ക് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ 3 വർഷമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മകളുടെ കല്യാണമായപ്പോഴത്തേക്കും 16 ലക്ഷം രൂപ ആ മാസം തന്നെ കിട്ടുകയും നല്ല ആർഭാടമായിട്ട് ആ വിവാഹം നടക്കാനും സമ്മതിച്ചു. അത് പരിശുദ്ധ അമ്മ തന്നെയാണ് നടത്തി തന്നെന്നുള്ളതിൻ്റെ തെളിവ്. എനിക്ക് മകൾക്കൊരു കല്യാണ ആലോചന വന്നാൽ പോലും, ഒരു പെണ്ണ് കാണൽ വന്നാൽ പോലും എനിക്ക് അന്ന് വയറ്റിൽ ഗ്യാസ് കയറലും വയറ്റിളക്കം ഒക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കല്യാണം നടക്കുകയില്ല, ഞങ്ങൾക്കും പ്രയാസം, മകൾക്കും പ്രയാസം, അതൊട്ട് ആരോടും പറയാനും പറ്റുന്നില്ല. ഈ അവസ്ഥയിലുള്ള എനിക്ക് കല്യാണം വന്നപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ പരിശുദ്ധ അമ്മ തന്നെ അത് ഓടി നടന്ന് നടത്തി തന്നുള്ളതാണ്. ഒരു ടെൻഷനോ എല്ലാ കാര്യങ്ങളും, ഡെക്കറേഷൻ തുടങ്ങി സദ്യ എല്ലാം അതിഗംഭീരമായിട്ട് അമ്മ നടത്തി തന്നു. അമ്മ യേശോടെ വരാതെയാണ് മകളുടെ വിവാഹം അത്രയും നന്നായിട്ട് നടക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അമ്മയ്ക്ക് 1000 നന്ദി, ഈശോയ്ക്ക് 1000 നന്ദി ഞാൻ പറയുന്നു. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മകൻ ബിടെക് കഴിഞ്ഞ് GME പഠിച്ചു. അവൻ 3 വർഷം ജോലിക്ക് വേണ്ടി കാത്തിരുന്നു. ഷിപ്പിൽ കയറാനായിട്ട് ബോംബെയിൽ പോയി മാസങ്ങളോളം അവിടെ താമസിച്ചു. പക്ഷേ ഒരു ജോലി അവന് കിട്ടിയില്ലായിരുന്നു. അവന് വേണ്ടി വളരെയധികം പൈസ നമുക്ക് ചിലവാക്കേണ്ടി വന്നു. എന്നാലും അതൊന്നും ഫലവത്തായിരുന്നില്ല. എൻ്റെ മകൾക്ക് വിവാഹവും നടക്കുന്നില്ല. ഇത് രണ്ടും ആയപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞത്, എന്നെ അമ്മയുടെ ഈ സാക്ഷിയായി എനിക്ക് ഇവിടെ ഈ അൾത്താരയിൽ കയറിയിരുന്ന് എല്ലാവരും കേൾക്കും, ഉച്ചത്തിൽ എനിക്ക് ഈ അനുഗ്രഹം എല്ലാവരുടെയും മുമ്പിൽ പറയണം എന്നുള്ളതായിരുന്നു. ഞാൻ എല്ലാ മാസവും ആദ്യത്തെ ആഴ്ച ഞാൻ ഇവിടെ വരും, കുടുംബസമേതം വരും. വന്നു കഴിഞ്ഞിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 3 കെട്ട് പേപ്പർ വാങ്ങിക്കും. അത് പിറ്റേ ദിവസം തന്നെ പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കും. എൻ്റെ നിയോഗം ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും സാധിച്ചു തരണമെന്നും ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്നായിരുന്നു. എനിക്ക് വലിയ രീതിയിൽ ചാരിറ്റി ഒന്നും നടത്താൻ പറ്റിയിട്ടില്ല, എങ്കിലും എൻ്റെ കഴിവിനെ സാധിക്കുന്ന വിധം ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ മകൾക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മകൾ 2 പ്രാവശ്യം MDSന് വേണ്ടിയിട്ട് പരീക്ഷ എഴുതുമ്പം 4000 ആ റാങ്കിലേക്കാണ് വരുന്നത്. ആ റാങ്കിലൂടെ പഠിക്കണമെങ്കിൽ ഗവൺമെൻറ് സീറ്റ് കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എന്തായാലും 30-35 ലക്ഷം മിനിമം ഇവിടെ വേണ്ടി വരും. ആ സമയത്ത് മകൾ ഒരു തീരുമാനം എടുത്തു, പുറത്ത് പോയി പഠിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന പൈസയെങ്കിലും മുതലാകുമല്ലോ. ഇവിടെയാണെങ്കിൽ മോനാണെങ്കിലും ജോലി കിട്ടുന്നില്ല. അപ്പം മോനും പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിരുന്നു കൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ദൈവ നിയോഗമെങ്കിൽ എൻ്റെ മക്കൾ പുറത്തുപോയി പഠിക്കുന്നതിനും അവിടെ ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യാൻ അവരെ യോഗ്യരാക്കണമേ എന്ന് കൂടി പറഞ്ഞിട്ടാണ് ഞാൻ നിയോഗം വെച്ചത്. ഇവർ ഇവിടെ വന്ന് നിയോഗമെടുത്ത് ചെന്ന് ആദ്യം തന്നെ അവർ പരീക്ഷ പോയി എഴുതി. ഫസ്റ്റ് ചാൻസിൽ തന്നെ 2 പേരും 9-ൽ 7.5 എന്ന സ്കോറോടുകൂടി പാസ്സായി. മകൾ ഇപ്പോൾ ഫീസ് കംപ്ലീറ്റ് ആയിട്ട് അടച്ചു.
മകൻ പാർട്ട് പേയ്മെൻ്റ് അടച്ചു, ബാക്കിയെല്ലാം പ്രോസസ്സിങ്ങിലാണ്. ഈ വിവാഹം ഞാൻ ഉടമ്പടി എടുത്ത ആദ്യ ദിവസം തന്നെ ഞാൻ ചെന്നപ്പോൾ വെളുപ്പിന് ഞാൻ സ്വപ്നം കാണുന്നത് ഞാൻ സാക്ഷ്യം പറയുന്നതായിട്ട് എൻ്റെ അനിയത്തിയോട് ഞാൻ പറയുന്നതായിട്ടാണ് കണ്ടത്. മാതാവിനെ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ കണ്ണുകൾക്ക് അത്ര വിശുദ്ധിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് മാതാവിനെ കാണാൻ പറ്റാതിരുന്നു. പക്ഷേ മാതാവ് എനിക്ക് മെസ്സേജ് തന്നിരുന്നു. അതുപോലെ എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് മാതാവ് എനിക്കൊരു ഡേറ്റ് തന്നു, ഫെബ്രുവരി 22 എന്നുള്ളത്. ഈ ഫെബ്രുവരി 22 നമുക്ക് നോൻപ് തുടങ്ങുന്ന ദിവസമാണ്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ ഒന്നും എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ 22 എന്നുള്ള ഡേറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഇത്രയും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 25 എന്നുള്ള ഡേറ്റ് കൊടുത്തു. എനിക്ക് മാതാവ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി പോയ ആ ആഴ്ചയിൽ തന്നെ, അതായത് ഡിസംബർ 26 മകളുടെ വിവാഹം ഉറപ്പിച്ചു. ജനുവരി 21 മനസ്സമ്മതം നടത്തി. ഫെബ്രുവരി 5 എനിക്ക് എൻ്റെ മകളുടെ കല്യാണം ആഘോഷപൂർവ്വം നടത്തി തന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവ് 22